വെൽക്കം ടു വേൾഡ് മലയാളി വ്ലോഗർ. ഓരോ കാഴ്ചയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ട്. ആ കഥയിലേക്ക് വേൾഡ് മലയാളി വ്ലോഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാത്തിരുന്ന് ഉത്രാട ദിനം വന്നെത്തി. അപ്പൊ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്, നാളത്തെ സദ്യക്ക് വേണ്ടിയിട്ട്, പിന്നെ പൂ പറിക്കാനുണ്ട്, കുറച്ച് കറിക്ക് ഒരുക്കാനുണ്ട്, പൂക്കൾ വിടാനുണ്ട്. ഞങ്ങൾ തലേ ദിവസം തന്നെ പൂക്കളിട്ട് വെച്ചേക്കാൻ പോവാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു കുഞ്ഞു വീഡിയോ, ഓണത്തിന്റെ തലേ ദിവസം ഉത്രാടപ്പാച്ചിൽ എങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ നിന്ന്. അതുപോലെ ഞങ്ങളിപ്പോ പൂ പറിക്കാൻ പോവാണ്. നമുക്ക് പൂ പറിക്കാൻ പോവാം. നമ്മളൊക്കെ പറമ്പിലും തൊടിയിലും ഒക്കെ നടന്ന് പൂക്കൾ പറിച്ച് അത്തപ്പൂ ഇടുന്ന ആ ഒരു സന്തോഷം അറിഞ്ഞു വളർന്നവരല്ലേ. പക്ഷെ നമ്മളെപ്പോലെ നാട് വിട്ട് താമസിക്കുന്നവരുടെ മക്കൾക്ക് ഇങ്ങനത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അനുഭവിക്കാൻ യാതൊരു അവസരവും കിട്ടുന്നില്ലല്ലോ. അപ്പം ശരി, അവരെയും കൂടെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പണ്ട് പൂക്കൾ പറിച്ചിരുന്നത്, അത്തപ്പൂ ഇട്ടിരുന്നത് എന്നൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ച് കളയാ ഇത്തവണ എന്ന് ഞങ്ങൾ വിചാരിച്ചു. അവരും ഹാപ്പി. അതേ നല്ല ചെറിയ നീലപ്പൂക്കളും കമ്മൽപ്പൂ പോലിരിക്കുന്ന മഞ്ഞപ്പൂക്കളും ഒക്കെ വിടർന്ന് നിൽപ്പുണ്ട്. അത് പറിക്കുവാ ഞങ്ങള്. നമ്മള് പണ്ട് പറമ്പിലൊക്കെ ഇങ്ങനെ പൂ പറിക്കാൻ വേണ്ടി നടക്കത്തില്ലായിരുന്നോ? അപ്പൊ പിള്ളേരും അറിയണ്ടേ ഈ പറമ്പിൽ കയറി പൂ പറിക്കുന്നതിന്റെ ആ ഒരു സുഖം, ഓണത്തിന് പൂ ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ കണ്ടിട്ടേ ഇല്ലാത്ത ഒത്തിരി വെറൈറ്റി പൂക്കൾ ഞാനിവിടെ കണ്ടായിരുന്നു. പറമ്പിൽ കയറുമ്പോഴാണല്ലോ ഇതൊക്കെ കാണുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള പൂക്കളും ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ കൊങ്ങിണിപ്പൂ ഇല്ലേ, ഈ കാട്ടിൽ നിന്ന് പറിച്ചെടുത്തതാ. ഇത് രസമല്ലേ? ഇതാകുമ്പോ പെട്ടെന്ന് എളുപ്പമുണ്ട്, ഇങ്ങനെ ഉതിർത്തിടാം. ഞങ്ങൾ പച്ചക്കറി മേടിക്കാൻ വേണ്ടി പോവാട്ടോ. പക്ഷെ പോകുന്ന വഴിയിൽ മുഴുവൻ ഞങ്ങൾ നോട്ടമിടുന്നത് ഈ സൈഡിൽ ഏതൊക്കെ പൂക്കളുണ്ട്, ആ പൂക്കൾ എങ്ങനെ പറിക്കാം എന്നുള്ളത് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇതുണ്ടോ, ഇങ്ങനെ പോകുമ്പം ഈ മരത്തിലൊക്കെ ഉണ്ടല്ലോ ചുമന്ന കളറിലത്തെ ഒരു പൂ നിപ്പുണ്ട്. അപ്പം നോക്കി വെച്ചേക്കാണ്, പറിക്കണം. ആ സൈഡിലും ഉണ്ട്. ഓണത്തിനായിട്ടൊരു ലിസ്റ്റൊക്കെ ഇട്ടിട്ടാണ് ഞാനീ പോകുന്നത്. എന്തായാലും എല്ലാ സാധനങ്ങളും ഒരേ കടയിൽ നിന്ന് കിട്ടത്തൊന്നുമില്ല കേട്ടോ. പല കടകളിൽ കയറി ഇറങ്ങിയാണ് മേടിച്ചത്. ഇവിടെ നമുക്ക് സാധാരണ നമ്മുടെ പച്ചക്കറികൾ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ആകെ എനിക്ക് നമ്മുടെ സാധാരണ ആയിട്ടുള്ള പച്ചക്കറി ആയിട്ട് കിട്ടിയത് നമ്മുടെ ക്യാരറ്റ് കിട്ടി, പിന്നെ പച്ചക്കായ കിട്ടി. ബാക്കി എല്ലാ ഐറ്റംസും ഇതുപോലെ ഫ്രോസൺ ആയിട്ടാണ് കിട്ടിയത്. ബാക്കി ഇഷ്ടം പോലെ ഫ്രോസൺ ഐറ്റംസ് ഇരിപ്പുണ്ട്. ഈവൻ കൊക്കനട്ട് പോലും നമ്മുടെ തേങ്ങ ചിരകിയതിൻ്റെ പാക്കറ്റാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഓണത്തിന് വാങ്ങിച്ചേക്കുന്നത്. ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിൽ പോയി നോക്കിയിട്ട് എല്ലാ സാധനമൊന്നും കിട്ടിയില്ല. നമ്മുടെ പപ്പടവും അരിയും അങ്ങനത്തെ സാധനങ്ങൾ, പായസം മിക്സൊക്കെ ഇല്ലേ, അങ്ങനത്തെ എല്ലാം ഞാൻ പോയി ഒരു മലയാളി ഗ്രോസറി ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ കുറച്ച് സാധനം വൂൾവർട്ട്സിൽ നിന്ന്. പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് മോര് ഇവിടെ മേടിക്കാൻ കിട്ടൂല. അപ്പോൾ ഗ്രീക്ക് യോഗേർട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. പച്ചക്കറി കൂടുതലും ഞാൻ ഫ്രോസൺ ഐറ്റംസ് തന്നെയാണ് വാങ്ങിച്ചത്. അതായിരുന്നു എളുപ്പവും. അല്ലെങ്കിൽ പിന്നെ വലിയ വലിയ മാർക്കറ്റുകളിൽ പോകേണ്ടി വരും. നേരത്തെ തന്നെ ലിസ്റ്റൊക്കെ കൊണ്ട് ഇറങ്ങിയത് കാരണം കറക്റ്റായിട്ട് സാധനങ്ങളെല്ലാം കിട്ടി. സാധനമെല്ലാം മേടിച്ച് അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരത്തെ തന്നെ പൂമരങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവിടുന്ന് പൂക്കൾ ഇറുക്കാൻ വേണ്ടി പോയി. കുറച്ച് വെള്ള പൂക്കളൊക്കെ കിട്ടി കേട്ടോ ഇപ്രാവശ്യം. ഇനിയും ഉണ്ട്, ഇനിയും വേണം പൂവ്. പിന്നെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് സാധനങ്ങളെല്ലാം ഇറക്കി വെച്ചിട്ട് വീടിൻ്റെ സൈഡിൽ ഇഷ്ടംപോലെ പൂവുള്ള മരങ്ങളും ചെടികളും ഒക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോയി. ഇപ്പോൾ വേണ്ട അവിടുന്ന് ഞങ്ങൾ പൂ പറിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര സന്തോഷം. കണ്ണൻ പറയുന്നത് ഇത് നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണല്ലോ എന്നൊക്കെയാണ് കണ്ണൻ പറഞ്ഞത്. അവനെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിച്ചൂരും ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ശരിക്കും ഈ ഒരു പൂ പറിക്കൽ ഐഡിയ എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ പൂവിന് ഭയങ്കര വിലയാണ്. രണ്ടാമത്, ഇങ്ങനത്തെ കാര്യങ്ങൾ പിള്ളേരെ ഈ പ്രായത്തിൽ എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചാൽ അത് അവരുടെ ഓർമ്മയിൽ എന്നും കിടക്കും. നല്ല കളറ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് വെറൈറ്റി പൂക്കൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ മിക്ക ഇതിനും മുള്ളുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുള്ളൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ പൂക്കളല്ലേ, ഇവിടുത്തെ മരങ്ങൾക്ക് വല്ല വിഷം ഉണ്ടോയെന്നൊന്നും അറിയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് കുറച്ചൊക്കെ പറിച്ചു, കുറച്ചൊക്കെ നമ്മൾ അങ്ങനെ വിട്ടു. കത്രികയൊക്കെ കൊണ്ടുപോയാണ് പറിച്ചത്. പലതിൻ്റെയും മുള്ള എൻ്റെ കയ്യിൽ കുത്തി കയറുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടോ, എന്ത് ഭംഗിയല്ലേ, നല്ല കമ്മൽ പോലെ ഇരിക്കുന്ന പൂക്കൾ.
ഞങ്ങൾ കുറേ പറിച്ചു. കുറേ പച്ച കളറ്, മഞ്ഞ കളറ്, വെള്ള, ചുമപ്പൊക്കെ കിട്ടി. പക്ഷെ മഞ്ഞ വളരെ കുറച്ചേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി മഞ്ഞ തപ്പി ഇറങ്ങണം ഞങ്ങൾക്ക് ഒന്നും കൂടെ. എന്തായാലും പിള്ളേർ സൂപ്പർ ഹാപ്പി ആയിരുന്നു. അവരെൻ്റെ കൂടെ നടക്കുമായിരുന്നു. ഇത് കണ്ടോ എന്ത് ഭംഗിയായി വയലറ്റ് പൂക്കൾ കാണാനെന്ന്. ഇതുണ്ടല്ലോ എൻ്റെ വീട്ടിലെ പറമ്പിൽ തന്നെ, പറമ്പല്ല വീട്ടിലെ ഫ്രണ്ടിൽ തന്നെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന കുറച്ച് ചെടികളുടെ കൂടുതലുള്ള കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, റോസ്മേരി എന്ന് പറയുന്ന ചെടിയാണ് അത്. നല്ല മണം. നമ്മുടെ വീടിൻ്റെ മുമ്പിലൊരു കുഞ്ഞ് ഗാർഡൻ ഉണ്ട്. ഇത് റോസ്മേരി എന്ന് പറയുന്ന ചെടിയുടെ പൂവാണ് കേട്ടോ. പലരും റോസ്മേരി ഇങ്ങനെ ഭക്ഷണത്തിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പൂക്കളാണ് ഇത്. ഇവിടെ നിറച്ചത് ഈ കളർ പൂക്കളൊക്കെ ഉണ്ട്. അപ്പം നമുക്കിതെല്ലാം പറിച്ച് ഇന്ന് അത്തപ്പൂക്കളത്തിലിടാം. ഇതുണ്ടോ എന്ത് ഭംഗിയല്ലേ ഇത്. പൂക്കളുണ്ടെന്നുണ്ടെങ്കിലേ എണ്ണം കുറവാണ്, ആവശ്യത്തിനില്ല. അപ്പം കുറച്ച് കാര്യമായിട്ടിടുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ പൂക്കൾ വേണമല്ലോ. അതും കൂടെ കൊണ്ടാണ് നമ്മൾ ഈ പറമ്പിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ചിലർ വിചാരിക്കുന്നുണ്ടായിരിക്കും വീടിന്റെ മുറ്റത്ത് ഇത്രയും നിന്നിട്ടാണോ ഈ കാട് കയറി പിള്ളേരെയും കൊണ്ട് നടക്കുന്നത്. നിൽക്കുന്ന മിക്കതും പറിച്ച അപ്പം തന്നെ വാടിപ്പോകുന്ന ടൈപ്പിലുള്ള പൂക്കളാണ്. അതുകൊണ്ട് അത് പറിച്ച് വെക്കാനും പറ്റത്തില്ല. ഇട്ട് വെച്ചേക്കാന്ന് വെച്ചാൽ അത് നാളത്തേക്ക് വാടിപ്പോവും. അതുകൊണ്ടാണ് അങ്ങനത്തെ പൂക്കൾ കിട്ടുമോ എന്ന് ഈ നോക്കുന്നത്. ഇത് കണ്ടാ നമ്മൾ പൂ പറിക്കാൻ പോകുന്ന വഴിയിൽ കണ്ടതാ വൈൽഡ് ഡക്കാണ്. എന്ത് രസമല്ലേ കാണാൻ. ഇങ്ങനെ പല കാഴ്ചകളും കാണാം. നമുക്ക് പൂ പറിക്കാൻ പോവാം. യെല്ലോ കളർ ഫ്ലവർ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ഇവിടെ നോക്കിയിട്ട് യെല്ലോ ഇതുണ്ടോ, കുഞ്ഞ് യെല്ലോ, നമ്മുടെ പണ്ടത്തെ കമ്മൽ പൂവില്ലേ അതുപോലത്തെ നിൽക്കുന്നു. ഇവർക്കിത് എന്തിൻ്റെ വട്ട ഈ വഴിയരികിലെ പൂക്കൾ മുഴുവൻ പറിച്ച് നടക്കാൻ ഇത്രയും ടൈമും വേസ്റ്റ് ചെയ്ത് എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങളിത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാനും മക്കളും കൂടെ നടന്ന എല്ലാ പൂക്കളും പറിക്കുമ്പം അവരുടെ മനസ്സിലൊരു പുതിയ ഓർമ്മയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത് എന്ന് എനിക്ക് തന്നെ ഒരു സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇവിടുന്ന് പൂ കാശ് കൊടുത്ത് മേടിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത്രയും പല കളറിലെ പൂ വേണ്ടേ, അതെല്ലാം കൂടെ മേടിച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ പോക്കറ്റ് കാലിയാവും. എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട് ശ്രീയും കൂടെ ഉണ്ട്. നമ്മുടെ ഉത്രാട പാച്ചിലും പരിപാടിയും പൂപറിക്കലും ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാൻ ചെറുതായിട്ട് സാധനങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സാധനങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ ഐറ്റമൊന്നും കിട്ടൂലല്ലോ. അപ്പം അരിയും സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ തക്കാളിയാട്ടോ. പൈനാപ്പിൾ വാങ്ങിച്ചു പുളിശ്ശേരി ഉണ്ടാക്കാൻ. പിന്നെ ഉരുളക്കിഴങ്ങ്, ബാക്കി ഉള്ളി, നമ്മുടെ വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, ഇതെല്ലാം ഫ്രോസൺ ആണ് കിട്ടിയത്. ഒന്നും നേരെ നമ്മുടെ ഒറിജിനൽ സാധനം കിട്ടിയില്ല. പിന്നെ ആകെ കിട്ടിയത് കായാണ്. പിന്നെ ക്യാരറ്റ് ഉണ്ട്, പഴം മേടിച്ചു. നമ്മുടെ ചേന, ഇത് കണ്ടോ, ചേന പോലും ഇങ്ങനെയാണ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പായസത്തിനുള്ള പാലടയ്ക്ക് ഞാൻ മിക്സാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മുടെ ചൗരി വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ പരിപ്പ് പായസം വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്രാവശ്യം വാങ്ങിച്ചിരിക്കുന്നത് ഒരു കുഞ്ഞോണം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ പരിപാടികളിലേക്ക് ഞാൻ കടക്കാൻ പോവാണ്. ചെറുതായിട്ട് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചേക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം തന്നെ. പിന്നെ ഈ ഓണത്തിന് ഞങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ, ഞങ്ങളുടെ ഇവിടെ വേറൊരു ഫാമിലിയും കൂടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഓണം വീഡിയോ ഇറക്കുമ്പോൾ കാണിച്ചു തരാം. ഇതെല്ലാം കൂടെ ഞാനിപ്പോൾ നാളെ രാവിലെ ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര എഫേർട്ടായിപ്പോവും. അപ്പോൾ രാത്രി തന്നെ ഈ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ച് പറ്റുവാണെങ്കിൽ പുളിശ്ശേരി അങ്ങ് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നാളത്തേക്ക് നന്നായിട്ടിരിക്കുമല്ലോ. ഞാനൊരു ഭയങ്കര സദ്യ സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ല കേട്ടോ. എന്നാലും അവിയലും പുളിശ്ശേരിയൊക്കെ നല്ല വൃത്തിയായിട്ട് വെക്കാൻ അറിയാമെന്നാണ് എൻ്റെ ഒരു വിചാരം. പിന്നെ വേറെ ആരെങ്കിലും കൂടെ ഉള്ളപ്പം അതൊരു ഭയങ്കര സന്തോഷമല്ലേ. ഓണം ശരിക്കും കൂട്ടായ്മയുടെ ഉത്സവമാകുന്നത് വേറെ ആരെങ്കിലും കൂടെ നമ്മുടെ കൂടെ എൻജോയ് ചെയ്യുമ്പോഴാണ്. ഇനി അടുത്ത കൊല്ലം ഓണം ആഘോഷിക്കുമ്പോൾ എൻ്റെ മക്കൾ ഓർക്കണം, ആഹാ ഓണം എന്ന് വെച്ചാൽ എന്ത് അടിപൊളി ഒരു സംഭവമാണെന്ന്. ഈ ഉരുളക്കിഴങ്ങുണ്ടോ, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഉരുളക്കിഴങ്ങ് ഒന്ന് കുഴിച്ചിട്ട് നോക്കിയത്. അപ്പോൾ ഇത് ഇത്രയും കിട്ടി. എനിക്ക് ഇത്രയും ഉണ്ടായുള്ളൂ. വിൻ്റർ സീസൺ അല്ലായിരുന്നു, അത് കാരണം ഉണ്ടായില്ല. അപ്പോൾ ഇത് നമുക്ക് ഇപ്രാവശ്യം ഓണത്തിന് സാമ്പാറിലിടാം. നമ്മളെ പച്ചക്കറിയെല്ലാം കട്ട് ചെയ്തത് എൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങ് രാത്രി തന്നെ കുക്കിങ് കുറച്ച് സ്റ്റാർട്ട് ചെയ്തേക്കാൻ പോവാം. കാളനുള്ളത്, അതായത് പുളിശ്ശേരിയില്ലേ, പൈനാപ്പിൾ പുളിശ്ശേരിയാണ് വെക്കുന്നത്. പിന്നെ അവിയലിനുള്ള സാധനങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്, സാമ്പാറിനുള്ളത്. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലിരിക്കുന്നതെല്ലാം ഫ്രോസൺ ആയിട്ടുള്ള പച്ചക്കറിയാണ്. അതുകൊണ്ട് നേരെ എടുത്തങ്ങ് ഇട്ടാൽ മതി. ഇത്രയാണ് കട്ട് ചെയ്യാനുണ്ടായിരുന്നത്, അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചു.
ഇനി ഞാൻ കുക്കിംഗ് തുടങ്ങാൻ പോവാം. ഒരു ഹാഫ് കുക്കിംഗ് ചെയ്ത് വെച്ചാൽ നാളെ രാവിലെ എളുപ്പമല്ലേ. അപ്പം നമ്മുടെ കുക്കിംഗ് പരിപാടി ഞാനങ്ങ് തുടങ്ങുവാണ്. ആദ്യം തന്നെ പുളിശ്ശേരിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇതുണ്ടോ, പൂവിനെ നോവിക്കാതെ ഇങ്ങനെ. ഞങ്ങൾ പൂവിന്റെ പരിപാടി തുടങ്ങി. പൂവെല്ലാം ഒരുക്കി വെച്ചിട്ട് കിടക്കുവാണെങ്കിലേ രാവിലെ എണീറ്റിട്ടാലോ. അപ്പൊ ആ പരിപാടിയാണ് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്. വേണ്ട ഇവിടെ ഫുള്ള് വേണ്ട ഞങ്ങൾ പറിച്ചോണ്ട് വന്ന പൂക്കളൊക്കെ ഇങ്ങനെ ഇരിക്കേണ്ടത്. നല്ല അടിപൊളി പൂക്കളൊക്കെ. ഇതുണ്ട്, ഇവിടെ ഗ്രീൻ ഇലകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓറഞ്ച് പൂക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കങ്ങ് സ്പിരിറ്റായി. ഞാൻ പുളിശ്ശേരിയും അവിയലും പിന്നെ സാമ്പാറും ഉണ്ടാക്കി വെച്ചു. പിന്നെ ഞങ്ങൾ വീണ്ടും പൂവൊക്കെ ഉതിർത്ത് മാറ്റിയൊക്കെ വെച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ കിടന്നപ്പോൾ മണി 1:30 രാത്രിയിൽ. പൂ ഇട്ട് വെച്ചിട്ട് കിടക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. ആ ഐഡിയ എന്തായാലും മാറ്റി വെച്ചു. എന്തായാലും രാവിലെ എണീറ്റിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഓസ്ട്രേലിയയിലെ ഉത്രാടപ്പാച്ചിലിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇതുവരെ എൻജോയ് ചെയ്തതിൽ വെച്ച് ഏറ്റവും അടിപൊളി ഒരു തിരുവോണദിനമായിരുന്നു ഇത്തവണത്തേത്. അതിൻ്റെ വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ദിസ് ഈസ് ശ്രീജിത്ത് സൈനിങ് ഓഫ്.